സിപിഎമ്മിന്റെ കരുത്തനായ നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ പാർട്ടി വിടുന്നു എന്ന വാർത്ത വെറും ഒരു അഭ്യൂഹമല്ല, മറിച്ച് ഇടതുപക്ഷ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുന്ന യാഥാർത്ഥ്യമായി മാറുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ നേരിട്ട് ജി സുധാകരനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. പാർട്ടിയുമായി ഏറെ നാളായി അകന്നു നിൽക്കുന്ന സുധാകരനെ അനുനയിപ്പിക്കാനായിരുന്നു ഈ നീക്കം. തന്നെ ഗോവിന്ദൻ പരിഹസിച്ച് ചിരിച്ചു എന്നതായിരുന്നു സുധാകരന്റെ പ്രധാന പരാതികളിലൊന്ന്. എന്നാൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് താൻ ചിരിച്ചതെന്നും സുധാകരനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും ഗോവിന്ദൻ വിശദീകരിച്ചു. പാർട്ടി അംഗത്വം പുതുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും സുധാകരൻ അത് നിരാകരിക്കുകയാണ് ചെയ്തത്. തന്റെ 63 വർഷത്തെ പാർട്ടി ബന്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന കൃത്യമായ സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. ഇത് പെട്ടെന്നുണ്ടായ പിണക്കമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയ അവഗണനയുടെയും ഒതുക്കലിന്റെയും തുടർച്ചയാണിത്. അന്ന് 2 തവണ മത്സരിച്ചവർക്ക് സീറ്റില്ലെന്ന നയത്തിന്റെ പേരിൽ സുധാകരന് അമ്പലപ്പുഴയിൽ സീറ്റ് നിഷേധിച്ചിരുന്നു. അതിനു പിന്നാലെ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ സഹായിച്ചില്ലെന്നാരോപിച്ച് അദ്ദേഹത്തെ പാർട്ടി പരസ്യമായി ശാസിച്ചു. താൻ സജീവമായി രംഗത്തുണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ 24 പേജുള്ള മറുപടി നൽകിയിട്ടും നേതൃത്വം അത് പരിഗണിച്ചില്ല. മന്ത്രി സജി ചെറിയാൻ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ എന്നിവർ ചേർന്ന് തന്നെ ബോധപൂർവം വേട്ടയാടുകയാണെന്നും സംസ്ഥാന നേതൃത്വം ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നുമാണ് സുധാകരന്റെ പക്ഷം. സ്വന്തം വീടിനടുത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിൽ പോലും അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നത് വലിയൊരു അപമാനമായി അദ്ദേഹം കാണുന്നു. ഈ സാഹചര്യത്തിലാണ് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ സുധാകരൻ ആലോചിക്കുന്നു എന്ന വാർത്ത വരുന്നത്. പാർട്ടിക്കുള്ളിലെ വോട്ടുകൾക്ക് പുറമെ രാഷ്ട്രീയത്തിനതീതമായി വലിയ ജനപ്രീതിയുള്ള നേതാവാണ് സുധാകരൻ. അദ്ദേഹം സ്വതന്ത്രനായി നിലകൊണ്ടാൽ സിപിഎമ്മിന്റെ അടിത്തറ ഇളകുമെന്നുറപ്പാണ്. പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാചരണത്തിൽ നിന്നുപോലും അദ്ദേഹത്തെ ഒഴിവാക്കിയപ്പോൾ ഒറ്റയ്ക്ക് പോയി പുഷ്പാർച്ചന നടത്തിയത് പാർട്ടിക്ക് നൽകിയ വലിയൊരു താക്കീതായിരുന്നു. ഇവിടെയാണ് UDFന്റെ രാഷ്ട്രീയ സാധ്യതകൾ തെളിയുന്നത്. സുധാകരനെ പോലൊരു മുതിർന്ന നേതാവ് ഇടതുപക്ഷത്തിന് എതിരെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതിനെ കുറിച്ച് കോൺഗ്രസ് ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ സിപിഎമ്മിലെ ഗ്രൂപ്പ് പോര് പരമാവധി പ്രയോജനപ്പെടുത്താനാണ് UDFന്റെ നീക്കം. സിപിഎം സംസ്ഥാന സമിതി ഇന്ന് തിരുവനന്തപുരത്ത് ചേരുമ്പോൾ അവരുടെ മുന്നിലെ ഏറ്റവും വലിയ തലവേദന ജി സുധാകരനാണ്. പാർട്ടിക്ക് പുറത്തും ജനങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന സുധാകരന്റെ ഈ നിലപാട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയുടെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിമറിച്ചേക്കാം. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടകളിൽ സുധാകരൻ ഉയർത്തുന്ന ഈ വിമത ശബ്ദം വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് വഴിമരുന്നിടുമെന്ന് തീർച്ചയാണ്.